ഞാൻ മുകളിൽ പറഞ്ഞില്ലേ, ബറാത്ത് രാവിന്റെ അന്ന് ഉസ്താദുമാരെ വിളിക്കലും എന്തെങ്കിലുമൊക്കെ കൊടുക്കലും ദ്വാരിപ്പിക്കലും ഒക്കെ. അസ്സലാമു അലൈക്കും. എങ്ങനെ മൊയ്ലിയന്മാരെ മനസ്സിലിരിപ്പാണ് കണ്ട്. ബറാത്ത് രാവ് എന്തിനാ ഇവരുണ്ടാക്കിയത്? മൊയ്ലിയന്മാരെ വിളിച്ചു വരുത്തുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, പൈസയും കൊടുക്കുക. ഇങ്ങനെ ഭക്ഷണവും പൈസയും ലഭിക്കാൻ വേണ്ടിയാണ് ബറാത്ത് രാവ് ഉണ്ടാക്കിയത്. ഇദ്ദേഹം അറിയാതെ പറയുകയാണ്. ഉള്ളിലും ഇരിപ്പ് പുറത്ത് ചാടുകയാണ്. ഒക്കെ മാനദണ്ഡമുണ്ട്. ഇബ്ലീസ് ഉണ്ടാക്കിയ മാനദണ്ഡം. പിന്നെ പണ്ഡിത പുരോഹിതന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ മാനദണ്ഡം. വേറൊന്നുമില്ല. ഇസ്ലാമായിട്ട് അതിനൊരു ബന്ധമില്ല. ഏത് കിതാബിൽ പറഞ്ഞാലും ഇസ്ലാമായിട്ട് അതിനൊരു ബന്ധമില്ല, ഒരു പാരമ്പര്യവും ഇല്ല. മഹാനായ സുയൂത്തി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. സുയൂത്തി ഇമാമൊക്കെ ഇങ്ങനെ ബറാത്ത് രാവിന് മൊയ്ലിയന്മാരെ വരുത്തുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, പൈസയും കൊടുക്കുക എന്നൊക്കെ സുയൂത്തി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു ഖുറാഫി എന്നല്ലാതെ അയാളെ പറ്റി ഇമാം എന്ന് പറയല്ലോ സാബേ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇദാ കാന യൗമുൽ ഈദ് വ യൗമുൽ ജുമുഅ എന്നിങ്ങനെ പറഞ്ഞിട്ട്, അതായത് പെരുന്നാൾ ദിവസവും അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ഒക്കെ വന്നാൽ, അതുപോലെ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. കണ്ടോ ഇതൊക്കെ ആര് പറഞ്ഞ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, ഹദീസിലുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ സംഭവം അറിയുന്നില്ല. റസൂല് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ബറാത്ത് രാവിന് പൈസയും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, പള്ളാർച്ചും കൊടുക്കണം, പോക്കറ്റ് നിറച്ചും കൊടുക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെ പകുതി, അതായത് ശഅബാൻ 15, അതാണ് ബറാത്ത് രാവ് അന്ന്. അതുപോലെ വലൈലത്തുൽ ജുമുഅ ശഅബാൻ 15 അന്ന്, അതാണ് ബറാത്ത് രാവ്. ആരാ പറഞ്ഞ പഠിപ്പിച്ചെന്ന് ഉസ്താദ്? അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ല, ഇബ്ലീസ് പഠിപ്പിച്ചു തന്നു. അത് പണ്ഡിത പുരോഹിത വർഗം ഏറ്റെടുത്തു. അല്ലാതെ ഇസ്ലാമും ബറാത്ത് രാവുമായിട്ട് ഒരു ബന്ധമില്ല. വെള്ളിയാഴ്ച രാവ്. അപ്പൊ ബറാത്ത് രാവിന്റെ അന്നും വെള്ളിയാഴ്ച രാവിന്റെ അന്നും ജുമുഅ, പെരുന്നാൾ, ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ യഖ്റുജുൽ അംവാതു മിൻ ഖുബൂരിഹിം. സുബ്ഹാനല്ലാഹ്. കണ്ടല്ലോ. അപ്പൊ ഇതുവരെ പറഞ്ഞ് പെരുന്നൊണിയാണെന്ന് മനസ്സിലായില്ലേ? ഇനി അപ്പുറം പറയേണ്ടിയില്ല. ഇതുവരെ ഈ ഉസ്താദ് പറഞ്ഞത് പേരും നുണയാണ്, ഇബ്ലീസ് കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥയാണ് എന്ന് ഈ വചനം, ഏതാ വചനം ശരിക്കും ശ്രദ്ധിച്ചോ? ഏത് വചന നോക്കിക്കോളെ. മരിച്ചവർ ഉമ്മാരൊക്കെ രാവിന്റെ അന്നും വെള്ളിയാഴ്ച രാവിന്റെ അന്നും ജുമുഅ, പെരുന്നാൾ, ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ യഖ്റുജുൽ അംവാതു മിൻ ഖുബൂരിഹിം. എങ്ങനെ വെള്ളിയാഴ്ച രാവ്, പെരുന്നാൾ രാവ്, ബറാത്ത് രാവ്, ഈ ദിവസങ്ങളിൽ ഖബറിൽ നിന്ന് ആര് വരും? ശരിക്കും ശ്രദ്ധിച്ചോളെ. പണ്ഡിത പുരോഹിത വഞ്ചക വർഗം എഴുതി വെച്ച വാറോളിലുണ്ടല്ലോ, ഓലെ എഴുതി വെച്ച ആ വിഡ്ഢിത്ത കിതാബുകളിൽ നിന്നാണ് വായിക്കുന്നത്. എങ്ങനെ കേട്ടോളി. മരിച്ചവർ ഖബറിൽ നിന്ന് പുറപ്പെടും. ആര്? വെള്ളിയാഴ്ച രാവിന്റെ അന്നും ജുമുഅ, പെരുന്നാൾ, ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ യഖ്റുജുൽ അംവാതു മിൻ ഖുബൂരിഹിം. യഖ്റുജുൽ അംവാതു മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് പുറപ്പെട്ടു വരും. ആര്? ഖബറിൽ നിന്ന് പുറപ്പെടും. മരിച്ചവർ ഖബറിൽ നിന്ന് പുറപ്പെട്ടു വരും. ലോക എന്താ ഞാൻ പറയണ്ടേ, ഇത്ര പൊട്ടം വർത്താനം ലോകത്ത് ഒരുത്തനും പറഞ്ഞിട്ടില്ല, പറയില്ല. ഖബറിൽ നിന്ന് ഇവരൊക്കെ ആരൊക്കെ എണീച്ച് വരുന്നെന്ന് കേട്ടോ. എന്നിട്ട് അവരുടെ വീടിന്റെ വാതിൽക്കൽ അവർ വന്ന് നിൽക്കും. നല്ലോണം കേട്ടോളി, നല്ലോണം കേട്ടോളെ. മൊയ്ലിയാർ പറയുന്നത് നമ്മള് ഇവര് വന്നിട്ട് എന്താ ചെയ്യുക? ഖബറിന്ന് എണീച്ച് വന്നിട്ട് പുരേന്റെ മുമ്പിൽ നിന്നിട്ട് എന്താ ചെയ്യുക? ഇരക്കും, ബാലാട്ടും എന്ന് ഞാൻ പറയുന്നില്ല, ഇരക്കും. മൊയ്ലിയാർ പറഞ്ഞ എന്താണ്? ഇരക്കും. നമ്മളെ വാപ്പാരും ഉമ്മാരൊക്കെ, നമ്മളെ കുടുംബത്തിൽപ്പെട്ടോല് അവരെ വീടിന്റെ വാതിന്റെ അടുക്കൽ വന്ന് നിൽക്കും. എന്നിട്ട് വാതിലിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ബാലാട്ടും അല്ല ഇരക്കും. എന്താ ഇരക്കുന്നത് നോക്ക്.
ഇർഹമു അലൈനാ ഫീ ഹാദിഹി ലൈല, ഈ രാവിലെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുണ കാണിക്കണേ എന്ന്. ഏത് രാവിലെ? ബറാത്ത് രാവിലെ ഞങ്ങൾക്ക് എന്തോ തരണേ. ആ പിച്ചപാത്രമായിട്ട് വന്നതാവല്. ആര്? ഉമ്മയുപ്പയും കവർന്നെണീച്ച് വന്നിട്ട് കവറടക്കിയ ഉമ്മയുപ്പയും മറ്റു കുടുംബക്കാരും കബറിൽ നിന്ന് എണീച്ച് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇതാ ഇതിൽ എന്തെങ്കിലും താ, അണ്ണാച്ചികളൊക്കെ വരുമല്ലേ, എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട് ഇരക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നഊദുബില്ല. ആരെ പറ്റിയായി പറയുന്നേ? എന്ത് പൊട്ടത്തരവും, എന്ത് തോന്നിയാസും, എന്ത് തെമ്മാടിത്തരവും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു പരത്താന്നാ വലിയ വിചാരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നമ്മളോട് പറയും, ഈ രാവിലെ ഞങ്ങളോട് എന്തെങ്കിലും കരുണ കാണിക്കണേ, സദഖത്തിൻ, എന്തെങ്കിലും സദഖ ചെയ്തിട്ട് കരുണ കാണിക്കണേ. ആര് 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 വന്ന് പറയുന്നേ? ഉമ്മയും ഉപ്പയും ഏടുന്ന് കവർന്ന് ഞാക്ക് കരുണ കാണിക്കണേ, എന്തെങ്കിലും തരണേ. ഈ രാവ് ഏത് രാവ്? കള്ള ബറാത്തില്ലേ, ആ കള്ള ബറാത്തിന്റെ അന്നാണ് ഉമ്മയും ഉപ്പയും കവർന്നെണീച്ച് വന്നിട്ട് പറയുന്നത്, എന്ത് ഞാക്കെന്തോ തരണേന്ന് കൈകാട്ടുവാണ്, ചട്ടിയായിട്ട് വന്നിട്ട്. പത്തിരി കഷ്ണം തന്നെങ്കിലും സദഖ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഹദിയ ചെയ്യാം. മനസ്സിലായി? എങ്ങനെ പത്തിരി ഇവർക്ക് കൊടുക്കാനല്ല, ഈ ഉമ്മാക്കും ഉമ്മയും ഉപ്പയൊക്കെ ഇപ്പം വരും, നിങ്ങളോട് ഇറക്കാൻ വേണ്ടി വരും. അതിന് പത്തിരിയും ഇറച്ചിയും പത്തിരിയും ഒക്കെ കൊടുക്കുക. ആർക്കാ ഇത് കിട്ടുക? ആരായി തിന്നുക? ഓലല്ല തിന്നുക, മൊയ്ലിയന്മാരുണ്ടല്ലോ, വഞ്ചക, ആ പണ്ഡിത വഞ്ചക വർഗം. ഈ പേരും പറഞ്ഞിട്ട് ഓലിക്ക് തിന്നാനാ. ഇയാൾ പറയുന്നുണ്ട് ഓലിക്ക് പൈസയും കൊടുക്കും, വയറേർത്ത് ഭക്ഷണവും കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നത്? ഇവരിതാ വന്നിക്ക്, ഉമ്മയപ്പുണ്ട് മുറ്റത്ത് വന്ന് നിൽക്ക്, വേഗം എടുത്തോ, പത്തിരിയും മറ്റേ ബീഫും മട്ടനും ഒക്കെ വേഗം എടുത്തോ, ഓലാടെ നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടാച്ചു കൊടുക്കുക. ആരോ മുമ്പില? മൊയ്ലിയന്മാർ മുമ്പിലാ വെച്ച് കൊടുക്കുന്നത്. ബാക്കി ഒരു പത്തിരി കഷ്ണെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ട് അതൊരു ഒരു അമലാണല്ലോ, ആ അമലിന്റെ കൂലി ഞങ്ങൾക്ക് ഹദിയ ചെയ്യണേ, നിങ്ങളോട് കരുണ കാണിക്കണേ എന്ന് മരണപ്പെട്ടവർ വാദിക്കൽ വന്ന് പറയും. ഇത്ര പൊട്ടത്തരം മനുഷ്യവർഗത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉണ്ടല്ലോ, മറ്റേ ആ മാനസിക രോഗിയായ CM മടവൂരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. ഇപ്പം മരിച്ചു അയാള്, CM മടവൂര് ഇപ്പം മരിച്ചേ. ഓറാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. ഓർ ജനിക്കുന്നതിൻ്റെ മുമ്പ് ആരാ നിയന്ത്രിച്ച്? എന്ത് പൊട്ടപ്പോയത്തവും പറഞ്ഞാൽ തക്ബീർ ചൊല്ലാൻ വേണ്ടി മാത്രം കുറെ എണ്ണം തലയിൽ വെള്ളത്തൊപ്പിയും തലയിൽ കെട്ടും വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് തക്ബീർ മുഴക്കുക. എന്താ മുഴക്കുക? പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് CM മടവൂര എന്ന് പറയുമ്പോൾ തക്ബീർ മുഴക്കുക. കാന്തപുരത്തോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല എന്ന് പറയാം, തക്ബീർ, അള്ളാഹു അക്ബർ. ഇവിടെ തക്ബീറാണ്. മൊയ്ലിയന്മാർ എവിടെയാ എത്തിയെന്നൊന്ന് ചിന്തിച്ചോക്ക്. ഈ മൊയ്ലിയന്മാരെ മൊയ്ലിയന്മാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓലയുടെ ജീവിത പ്രശ്നം പോക്കറ്റ്, ഓല പള്ളയും പൈസയാണ് ഓല നോക്കും. അതിന് പിന്നിൽ അണിനിരന്ന് കൊടുക്കുന്ന കൗമുണ്ടല്ലോ, നാട്ടുകാരെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? ഓല ആവശ്യത്തിനാ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നാട്ടുകാരെ, സമസ്തക്കാരെ, ഇങ്ങക്കൊന്ന് ചിന്തിച്ചൂടെ? ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടും നിങ്ങൾ മൂഢന്മാരായിട്ട് നിൽക്കുന്ന. ഈ ദിവസങ്ങളിലൊക്കെ അതിൽ പെടും എന്ത്? ബറാത്ത് രാവിന്റെ ദിവസം. എന്നിട്ട് പറയും ഈ മരണം എങ്ങനെ ബറാത്ത് രാവിന്റെ ദിവസം ഉമ്മയൊപ്പി എങ്ങനെയാ വരുക? പിച്ച ചട്ടിയായിട്ട്. ബറാത്ത് രാവിന്റെ അന്നൊക്കെ എങ്ങനെയാ ഉമ്മയൊപ്പി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാ വരണ്ടേ? പുയ്യണ്ണുമായിട്ടല്ലേ വരണ്ടേ? സന്തോഷത്തിൽ ആഘോഷത്തിലല്ലേ വരട്ടിയേ? ഈ പിച്ച ചട്ടിയായിട്ട് എനക്കെന്തോ തരണേ എന്ന് പറഞ്ഞ് മുറ്റത്ത് വന്ന് നിലവിളിക്കുക വേണ്ടി മയിലേറെ. ഞങ്ങൾ അതിലേക്ക് വല്ലാത്ത ആവശ്യമുള്ളവരാണ്. ഇപ്പോ മരിച്ചു കിടക്കല്ലേ? വല്ലാത്ത ആവശ്യമുണ്ട്. കാരണം മൊയ്ലന്മാർക്ക് ഈ ഇതുണ്ടല്ലോ, മേലോട്ട് തുള്ളിയല്ലേ. ഇപ്പം മൊയ്ലൂദ് ഓതി, മറ്റേ റാത്തീബ് ഓതി മേലോട്ട് തുള്ളിയിട്ട് വളരെ ആവശ്യമുണ്ട്. ഇപ്പോൾ വള്ളയിലുള്ളൊക്കെ ദയിച്ച്, അതുകൊണ്ട് വളരെ ആവശ്യമുണ്ട്. വേഗം എടുത്തോ, പത്തിരിയും പൊറാട്ടയും കറിയും ബീഫും ചിക്കനും ഒക്കെ വേഗം എടുത്തോ, ഞങ്ങൾക്ക് വളരെ ആവശ്യമുണ്ട്. പറയുന്നതിൻ്റെ പൊരുളിങ്ങൊക്കെ മനസ്സിലാകുന്നുണ്ടോ?
പെട്ടുപോയില്ലേ, ഇനി അമൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളെ സദക്ക ഞങ്ങൾക്ക് കിട്ടും, അത് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ്. മൊയിലേറെ മരണപ്പെട്ടു പോയി. ഓലെന്താ പറഞ്ഞ്, ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കരിക്കുക, ഞങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കുക, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കൂ. ഞങ്ങൾക്കിനൊന്നും ഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങളുള്ള സമയമൊക്കെ വെറുതെ പോക്കിക്കളഞ്ഞ്, ഒരു ഭയലും കേട്ടില്ല, ഒന്നും കേട്ടില്ല, ആര് പറയൊന്നും കേട്ടില്ല. ഞങ്ങളെ ഇഷ്ടത്തിന് തോന്നിയാസത്തിന് ഞങ്ങൾ നടന്നു, ഞങ്ങൾ ജീവിച്ചു. അപ്പോൾ കാലം അങ്ങനെ കഴിഞ്ഞു പോയി, മരിച്ചും പോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്താ ഞങ്ങൾക്ക് ചെയ്തു തരി. എഴുതുമില്ല എല്ലാം മൊയിലേം പറയാ, നിങ്ങളെങ്ങനെ ഇത്ര പഴച്ചു പോയി, ഇത്ര മണ്ടന്മാരായിപ്പോയി എങ്ങനെ നിങ്ങൾ? അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വളരെ പ്രയാസത്തോടുകൂടെ അവർ തിരിച്ചു പോകും. എങ്ങനെ ഒലിക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ഏം കിട്ടിയില്ല എന്ന് വെച്ച് ഒലി കരഞ്ഞോണ്ട് കവറിലേക്ക് പോകും, കരഞ്ഞോണ്ട് കവറിലേക്ക് പോകും. സുബ്ഹാനല്ലാഹ്. എങ്ങനെ മൊയിലേം പറയും നിങ്ങൾ ഇത്ര അധപതിച്ചു പോയി? നിങ്ങൾ ചോറാന്നല്ലേ തിന്നുന്നേ, എന്നിട്ടെന്താ മൊയിലേം പറയാ, പുല്ല് എന്ന ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി. ആരെങ്കിലും എന്തെങ്കിലും പണ്ഡിത വഞ്ചക വർഗം എഴുതി വെച്ചതൊക്കെ നേരാന്ന് വിശ്വസിക്കാൻ മാത്രം മൊയിലേം പറയും നിങ്ങളെങ്ങനെ ഇങ്ങനെ അധപതിച്ചു പോയി, ഇങ്ങനെ പിഴച്ചു പോയി? എങ്ങനെയാണ് ഒരുത്തർ ഒന്ന് ചിന്തിച്ചു നോക്കി മൊയിലേം പറയാം, നിങ്ങൾ എടി എത്തിയത്? നിങ്ങളെപ്പോലത്തെ ഇത്തരം അന്ധവിശ്വാസമായി പേറി നടക്കുന്ന ഏതെങ്കിലും കൗമുണ്ട് ലോകത്ത്? എന്ത് പറ്റിപ്പോയി മൊയിലേം പറയാം നിങ്ങൾക്ക്? അതുകൊണ്ട് ഇസ്ലാം എന്താന്ന് പഠിക്കും മൊയിലേം പറയാം, എന്നിട്ട് ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വാ.